അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 2ാം ഭാഗത്തിലെ 17ാമത്തെ പാഠം ഇഷ്ഫഅ തുഷഫഅ എന്ന പാഠം ഇൻഷാ അല്ലാഹ് വായിച്ച് നമുക്കതിൻ്റെ തദ്രീബാത്ത് കൂടെ നോക്കാം. മഹ്ശറയിൽ ഒരുമിച്ച് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പാഠത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ അഫ്ളലിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഉസ്താദ് പ്രസംഗം തുടങ്ങുകയാണ്. ഇനി ഒരു ദിവസത്തിന് ദുനിയാവിലെ 50,000 വർഷത്തിൻ്റെ ദൈർഘ്യം. എങ്ങനെ? ഒരു ദിവസത്തിന് ദുനിയാവിലെ 50,000 വർഷം, ഒരു വർഷമല്ല, 50 വർഷമല്ല, പിന്നെ എത്ര? 50,000 വർഷത്തിൻ്റെ ദൈർഘ്യം. 50,000 വർഷത്തിൻ്റെ സമയം ഉണ്ടാകും ഒരു ദിവസത്തിന്. പിന്നെ തലയുടെ 1 മൈൽ അകലത്തിൽ സൂര്യൻ കത്തിജ്വലിക്കുന്നു. തലയുടെ 1 മൈൽ അകലത്തിൽ എന്ത് ചെയ്യുന്നു? സൂര്യൻ കത്തിജ്വലിക്കുന്നു. അസഹ്യമായ ദാഹം. പലരും വിയർപ്പിൽ മുങ്ങുന്നു. ജനങ്ങൾ ആദം നബി അലൈഹിസ്സലാമിൻ്റെ അരികിൽ ചെന്ന് പറയുന്നു, ഞങ്ങൾ കഷ്ടപ്പാടിലാണ്, ഇതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം, അല്ലാഹു തആലയോട് ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണം, അങ്ങ് ഞങ്ങളുടെ പിതാവാണല്ലോ എന്നെന്ത് ചെയ്തു? ആദം നബി അലൈഹിസ്സലാമിനോട് ചെന്നിട്ട് ജനങ്ങളൊക്കെ പറയാണ്. അതിന് മുമ്പ് നമ്മൾ പറഞ്ഞതെന്താ? മഹ്ശറയിൽ അവിടെ ഒരുമിച്ച് കൂടുന്ന അവസ്ഥകളാണ് പറഞ്ഞത്. ഒരു ദിവസത്തിന് 50,000 വർഷത്തിൻ്റെ ദൈർഘ്യമുണ്ടാകും. അത്രക്കും ദൈർഘ്യമുള്ള ഒരു ദിവസം. അതേപോലെ തന്നെ ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യമാണ് പറഞ്ഞത്. അതേപോലെ തലയുടെ മുകളിലാണെങ്കിൽ 1 മൈൽ അകലത്തിൽ സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുന്നു. അസഹ്യമായ ദാഹമുണ്ട്, പലരും വിയർപ്പിൽ മുങ്ങുന്നുണ്ട്. അങ്ങനത്തെ ഈ സാഹചര്യത്തിൽ ഈ അവസ്ഥ ഒന്ന് മാറിക്കിട്ടണമല്ലോ. അതിന് വേണ്ടിയിട്ട് ആദം നബി അലൈഹിസ്സലാമിനോട് ചെന്നിട്ട് ശഫാഅത്ത് ചെയ്യാൻ പറയും ജനങ്ങളെല്ലാവരും ചെന്നിട്ട്, അങ്ങ് ഞങ്ങളുടെ പിതാവാണല്ലോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആദം നബി അലൈഹിസ്സലാം പറയും, ഞാൻ അതിന് അർഹനല്ല, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അരികിൽ പോകണം, അദ്ദേഹം ഖലീലുർ റഹ്മാൻ ആണല്ലോ, അദ്ദേഹം ഖലീലുർ റഹ്മാൻ ആകുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആരെടുത്ത് പോകണം? അല്ലാഹു തആലയുടെ ഖലീൽ. നിങ്ങൾ ആരെടുത്ത് പോകണം? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അരികിൽ പോകണം എന്ന് ആദം നബി അലൈഹിസ്സലാം പറയും. അങ്ങനെ ജനങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത് ചെന്ന് സങ്കടം പറയും. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയും, ഞാൻ അതിന് അർഹനല്ല, നിങ്ങൾ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അരികിൽ പോകൂ. അവർ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അരികിൽ ചെന്ന് സങ്കടം ബോധിപ്പിക്കും, ഞാൻ അതിന് അർഹനല്ല, നിങ്ങൾ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിൻ്റെ അരികിൽ പോയി നോക്കൂ. മൂസാ നബി അലൈഹിസ്സലാം പറയും. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു, ഞാൻ അതിന് അർഹനല്ല, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പോകൂ. എല്ലാവരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്ന് ശഫാഅത്ത് ചെയ്യാൻ അപേക്ഷിക്കും. അപ്പോൾ മഹ്ശറയിലുള്ള ഭയാനകമായ അവസ്ഥയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടി ആദം നബി അലൈഹിസ്സലാമിൻ്റെ അരികിൽ ചെല്ലുന്നു. ആദം നബി അലൈഹിസ്സലാം ഞാൻ അതിന് അർഹനല്ല എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബിയുടെ അരികിലേക്ക് വിടുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അരികിൽ ചെന്ന് പറയുമ്പോഴും ഞാനതിന് അർഹനല്ല എന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് വിടുന്നു. മൂസാ നബി അലൈഹിസ്സലാം അതേ മറുപടി പറഞ്ഞിട്ട് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് വിടുന്നു. ഈസാ നബിയും അതേ മറുപടി. എന്നിട്ട് ആരുടത്തേക്ക് വിട്ടു? ഈസാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് പറഞ്ഞയക്കുന്നു. അങ്ങനെ ജനങ്ങളൊക്കെ ചെന്നിട്ട് ശഫാഅത്ത് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അപേക്ഷിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അതിന് അർഹനാണ് എന്നെന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും. എന്നിട്ട് അവിടുന്ന് അർശിൻ്റെ ചുവട്ടിൽ സുജൂദ് ചെയ്യും. അർശിൻ്റെ ചുവട്ടിൽ എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദ് ചെയ്യും. അപ്പോൾ അല്ലാഹു തആല പറയും, മുഹമ്മദ് നബിയെ തല ഉയർത്തൂ, ചോദിക്കൂ, നൽകാം, ശഫാഅത്ത് ചെയ്യൂ, സ്വീകരിക്കാം എന്നെന്ത് ചെയ്യും? അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഫാഅത്ത് ചെയ്യും. വിചാരണ ആരംഭിക്കും. അതുമുതലാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? വിചാരണ ആരംഭിക്കുന്നത്. സജ്ജനങ്ങൾ സ്വർഗത്തിലേക്കും ദുർജനങ്ങൾ നരകത്തിലേക്കും പോകും. ഇതാണ് അശ്ശഫാഅത്തുൽ ഉളമാ,
സജ്ജനങ്ങൾ എടുക്കു പോകും, സ്വർഗത്തിലേക്ക് പോകും, ദുർജനങ്ങളോ നരകത്തിലേക്കും പോകും. ഏതിന് ശേഷം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിന് ശേഷം അവിടെ വിചാരണ ആരംഭിക്കുന്നു. അതിന് ശേഷമാണ് സജ്ജനങ്ങൾ സ്വർഗത്തിലേക്കും ദുർജനങ്ങൾ നരകത്തിലേക്കും പോകുന്നത്. ഇനി ഉസ്താദ് പ്രസംഗം തുടർന്നു. വീണ്ടും അവിടുന്ന് സുജൂദ് ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും സുജൂദ് ചെയ്യും. ഒരു വിഭാഗം ജനങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അല്ലാഹു തആല അനുമതി നൽകും. നരകത്തിൽ കിടക്കുന്ന തൻ്റെ സമുദായത്തിൽപ്പെട്ടവരെ മോചിപ്പിക്കാൻ എന്ത് ചെയ്യും? അല്ലാഹു തആല അനുമതി നൽകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവരെയെല്ലാം നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതുവരെ അവിടുന്ന് ശഫാഅത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവരെയെല്ലാം, അങ്ങനെ പറയുന്ന ആരെല്ലാം നരകത്തിലുണ്ടോ അവരൊക്കെ തെറ്റ് ചെയ്തതിൻ്റെ കാരണത്താലാണ് നരകത്തിൽ പോയിട്ടുള്ളത്. അവരെ എല്ലാവരെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഫാഅത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ സ്വർഗത്ത് നമ്മൾ കഴിച്ചിലാകുന്നുള്ള ചിന്ത വേണ്ട. കാരണം എന്താ? ദുനിയാവിലെ തീയിനേക്കാൾ 70 ഇരട്ടി ചൂടുള്ള തീയാണ് നരകത്തിലെ തീ. ദുനിയാവിലെ തീയെന്ന് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല, പിന്നെയല്ല നരകത്തിലെ 70 ഇരട്ടി, ദുനിയാവിലെ തീയിനേക്കാൾ 70 ഇരട്ടി ചൂടുള്ള ആ തീ നമ്മൾ എങ്ങനെ സഹിക്കും? അത്രക്കും വേദനാജനകമായിരിക്കും നരകത്തിലെ അവസ്ഥ. മുമ്പ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചതാണ്. ഇനി നോക്കൂ വിശ്വാസികളെ, പരലോകത്തെ ഭയാനക നിമിഷങ്ങളിൽ പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിനെ ഓർത്താണ് സുജൂദിൽ വീഴുന്നത്. അവിടുത്തെ ശഫാഅത്ത് നമുക്ക് ലഭിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അളവറ്റ് നാം സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിന്തുടരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹ്ശറയിൽ നമുക്ക് നരകത്തിൽ വിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന് വേണ്ടിയിട്ടാണ് അവിടുന്ന് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്? സുജൂദ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്, ശഫാഅത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നാം ഒന്ന് വിലയിരുത്തി നോക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എങ്ങനെയാണ്, നിസ്കാരം എങ്ങനെയാണ്, മറ്റുള്ള കർമ്മങ്ങൾ എങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ടോ? നമ്മുടെ വേഷവിധാനങ്ങൾ, പെൺകുട്ടികളാണെങ്കിൽ അവരുടെ വേഷവിധാനങ്ങൾ ഏതു രൂപത്തിലാണ്, ആൺകുട്ടികളാണെങ്കിൽ അവരുടെ തലമുടിയുടെ അവസ്ഥ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശപിച്ച ഒരു വിഭാഗമാണേത്? ആൺവേഷം ധരിക്കുന്ന പെണ്ണുങ്ങളെയും പെൺവേഷം ധരിക്കുന്ന ആണുങ്ങളെയും അല്ലാഹു തആല ശപിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ പെൺകുട്ടികളെ വസ്ത്രങ്ങളൊക്കെ ആ രീതിയിലേക്കായില്ലേ? ഫാൻറ്റും അതുപോലെ തന്നെ ടീഷർട്ടും, അതല്ലെങ്കിൽ ഷോർട്ട് ടോപ്പോ ആ രൂപത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടല്ലേ ഇന്ന് നടക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചൊരു വിഭാഗത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ നമ്മൾ ജീവിച്ചാൽ നബി തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് ലഭിക്കുമോ എന്നൊക്കെ നാം എന്ത് ചെയ്യുക? ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ അംബിയാക്കളും ഔലിയാക്കളും പണ്ഡിതന്മാരും ശുഹദാക്കളും സ്വാലിഹീങ്ങളും ശഫാഅത്ത് ചെയ്യും. ആരൊക്കെ ശഫാഅത്ത് ചെയ്യും? അംബിയാക്കൾ ചെയ്യും, നബിമാർ ചെയ്യും, ഔലിയാക്കൾ ചെയ്യും, പണ്ഡിതന്മാർ ചെയ്യും, ശുഹദാക്കൾ ചെയ്യും, സ്വാലിഹീങ്ങൾ ഇവരൊക്കെ എന്ത് ചെയ്യും? ശഫാഅത്ത് ചെയ്യും. അവരെയെല്ലാം നാം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അവരൊക്കെ നമ്മളെന്ത് ചെയ്യണം? സ്നേഹിക്കണം. അവരുടെ മേലിൽ നമ്മളെന്ത് ചെയ്യണം? ഫാത്തിഹ ഓതണം. അതുപോലെ അവർ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമ്മളെന്ത് ചെയ്യണം? ജീവിക്കണം. അപ്പോഴേ അവരെ സ്നേഹിക്കലാവുകയുള്ളൂ, അപ്പോഴേ അവരുടെ ശഫാഅത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ. ശഫാഅത്ത് ലഭിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. പ്രാർത്ഥനയോടെ ഉസ്താദ് പ്രസംഗം അവസാനിപ്പിച്ചു. അശ്ശഫാഅത്ത ഹബ് ലനാ, അങ്ങ് ഞങ്ങൾക്ക് ശഫാഅത്ത് ഔദാര്യമായി നൽകണമേ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തത് നഖ്റ വ നഫ്ഹം, വായിച്ച് മനസ്സിലാക്കാനുള്ളത്. അദ്ദുന്യ ഇഹലോകം, അൽ ആഖിറ പരലോകം, അൽ ഉലമാ പണ്ഡിതന്മാർ, ഷഫാഅത്ത് ശിപാർശ, ഇഷ്ഫാ ശിപാർശ ചെയ്യൂ. ബാക്കിയുള്ള വാക്യങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. രണ്ടാമത്തെ നഖ്റ വ നൻസഖ്, വായിച്ചിട്ട് അതേ രൂപത്തിൽ എഴുതാനാണ്. അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം അതേ രൂപത്തിൽ ഇവിടേക്ക് എഴുതുക. രണ്ടാമത്തത് ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹിസ്സലാം, അത് ഇവിടേക്ക് എഴുതുക. അങ്ങനെ ഓരോന്നും എഴുതി ചേർക്കുക. ഇനി മൂന്നാമത്തെ നുജീബ്, ഉത്തരം എഴുതാനാണ്. ഒന്ന്, മഹ്ശറിൻ്റെ ഭയാനകത വിവരിക്കുക. ആൻസർ, ഒരു ദിവസത്തിന് ദുനിയാവിലെ 50,000 വർഷത്തിൻ്റെ ദൈർഘ്യം. തലയുടെ 1 മൈൽ അകലത്തിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്നു. അസഹ്യമായ ദാഹം, പലരും വിയർപ്പിൽ മുങ്ങുന്നു.
രണ്ടാമത്തത് ശുപാർശയ്ക്ക് വേണ്ടി ജനങ്ങൾ ആരെയെല്ലാം സമീപിക്കും? ആൻസർ: ആദം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശുപാർശയ്ക്ക് സമീപിക്കുമ്പോൾ അമ്പിയാക്കൾ എന്താണ് മറുപടി പറയുക? ആൻസർ: ഞാൻ അതിന് അർഹനല്ല. 4. ശുപാർശ ചെയ്യാനാവശ്യപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറയും? ഞാൻ അതിന് അർഹനാണ് എന്ന് മറുപടി പറയും. 5. ശുപാർശയ്ക്ക് വേണ്ടി അല്ലാഹു തആലയോട് അപേക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? അവിടുന്ന് അർശിന് ചുവട്ടിൽ സുജൂദ് ചെയ്യും. 6. മഹ്ശറിൽ എല്ലാവരും ശുപാർശ ചെയ്യും. മഹ്ശറിൽ ആരെല്ലാം ശുപാർശ ചെയ്യും? മഹ്ശറിൽ ആരെല്ലാം ശുപാർശ ചെയ്യും? ആൻസർ: മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം. ഇനി 4. നക്തുബിൽ ഹിവാറ. ഞങ്ങൾ കഷ്ടത്തിലാണ്, ഞങ്ങളെ രക്ഷിക്കാൻ അങ്ങ് അല്ലാഹു തആലയോട് ശഫാഅത്ത് ചെയ്യണം, അങ്ങ് ഞങ്ങളുടെ പിതാവാണല്ലോ. ആദം നബി അലൈഹിസ്സലാം എന്താണ് പറയുക? അതിന് മറുപടി: ആദം നബി അലൈഹിസ്സലാം പറയുന്നു, ഞാൻ അതിന് അർഹനല്ല. നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അരികിൽ പോവുക, അവർ ഖലീലുർ റഹ്മാൻ ആകുന്നു. അങ്ങനെ ജനങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ചെന്ന് പറയാണ്, ഞങ്ങൾ കഷ്ടത്തിലാണ്, ഞങ്ങളെ രക്ഷിക്കാൻ അങ്ങ് അല്ലാഹു തആലയോട് ശഫാഅത്ത് ചെയ്യണം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയും, ഞാൻ അതിന് അർഹനല്ല. നിങ്ങൾ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാമിൻ്റെ അരികിൽ പോവുക. ജനങ്ങൾ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അരികിൽ ചെന്ന് സങ്കടം ബോധിപ്പിക്കും. മൂസാ നബി അലൈഹി സ്വലാം പറയും, ഞാൻ അതിന് അർഹനല്ല. നിങ്ങൾ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ അരികിൽ പോയി നോക്കുക. ജനങ്ങൾ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ അരികിൽ ചെന്ന് സങ്കടം പറയും. ഈസാ നബി അലൈഹി സ്വലാം പറയുന്നു, ഞാൻ അതിന് അർഹനല്ല. നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പോവുക. ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്ന് ശഫാഅത്ത് ചെയ്യാൻ അപേക്ഷിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഞാൻ അതിന് അർഹനാണ് എന്ന് നബി തങ്ങൾ പറയും. ഇനി 5. തഖ്സീസ്. 1. മൗലിദ് കിതാബിൽ നിന്ന് അശ്ശഫാഅത ഹബ്ലന എന്ന ബൈത്തിൻ്റെ പൂർണ്ണ രൂപം സംഘടിപ്പിക്കുക. അതായത് മങ്കൂസ് മൗലിദിലെ 1-ാമത്തെ ഹദീസ് കഴിഞ്ഞിട്ട് അതിലുള്ള ബൈത്താണ് അശ്ശഫാഅത ഹബ്ലന ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വാഹ്ലന ഇൻദാഅ യാ സയ്യിദി ഖൈറൻ നബി. ഇനി അതിൽ 2-ാമത്തെ അശ്ശഫാഅത്തുൽ ഉദ്മ എന്ന വിഷയത്തിൽ കുറിപ്പെഴുതുക. മഹ്ശറിലെ ഭയാനകരമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ജനങ്ങൾ ഓരോ നബിമാരുടെ അരികിലും ചെല്ലും. എല്ലാവരും കൈയൊഴിയും. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തങ്ങളുടെ അരികിൽ ചെന്ന് ശഫാഅത്ത് ചെയ്യാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, ഞാൻ അതിന് അർഹനാണ്. എന്നിട്ട് അവിടുന്ന് അർശിന് ചുവട്ടിൽ സുജൂദിൽ വീഴും. അപ്പോൾ അല്ലാഹു തആല പറയും, മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, തല ഉയർത്തൂ, ചോദിക്കൂ, നൽകാം, ശഫാഅത്ത് ചെയ്യൂ, സ്വീകരിക്കാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഫാഅത്ത് ചെയ്യും. വിചാരണ ആരംഭിക്കും. സജ്ജനങ്ങൾ സ്വർഗത്തിലേക്കും ദുർജനങ്ങൾ നരകത്തിലേക്കും പോകും. ഇതാണ് അശ്ശഫാഅത്തുൽ ഉദ്മ. ഇതോടെ ഈ പാഠത്തിൽ തദ്രീബാത്ത് കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.